പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികൾ തുടരുകയാണ്. മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഞങ്ങളെല്ലാവരും സംപ്രേഷണം ചെയ്യുകയും പരിപാടികൾ തയ്യാറാക്കുകയും ചില വാർത്തകൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചില വാർത്തകൾക്ക് ചില പിന്നാമ്പുറങ്ങൾ ഉണ്ടാകുകയും ആ പിന്നാമ്പുറങ്ങൾ നമുക്ക് വളരെ അഭിമാനം നൽകുകയും ചെയ്യും. അത്തരമൊരു സംഭവമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഉണ്ടായ ഒരു സംഭവം. നമുക്ക് കരുവന്നൂർ സഹകരണ ബാങ്കിലെ ജോഷി ആൻ്റണി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അദ്ദേഹം കേരളത്തെ ഒന്ന് ഞെട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു ജനുവരി 30, അതായത് ഗാന്ധിജിയുടെ വധം നടന്ന അതേ ദിവസം അദ്ദേഹത്തിന് ദയാവധം ചെയ്യാനുള്ള അനുമതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം ഒരു ഹർജി സമർപ്പിച്ചു. ഒന്നുകിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഞാനും എൻ്റെ കുടുംബവും നിക്ഷേപിച്ച പണം മടക്കി തരണം, അതല്ലെങ്കിൽ എനിക്ക് ദയാവധം ചെയ്യാനുള്ള അനുമതി തരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്മുടെ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ നിന്നുള്ള പരിപാടിയിൽ വന്ന് നമ്മുടെ വാർത്തകളിലൊക്കെ അദ്ദേഹം നിറഞ്ഞു നിന്നു. അപ്പോൾ ഈ ജോഷി ആൻ്റണിക്ക് നമ്മൾ ഇടപെട്ട് അദ്ദേഹം നിക്ഷേപിച്ചിരുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ പണം മടക്കി കൊടുത്തു. ഈ അടുത്ത കാലത്ത് 24-ന് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ഫ്ലവേഴ്സിനും ഈക്വലി അതൊരു സന്തോഷം പകർന്ന കാഴ്ചയാണ്. ഇപ്പോൾ നമ്മുടെ അതിഥിയായിട്ട് ഈ അവതാര പുലികളിൽ ജോഷി ആൻ്റണി വരുന്നു. ജോഷി ആൻ്റണിയോട് നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അദ്ദേഹത്തോട് പറയുന്നത്, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക മുഴുവൻ മടക്കി കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിനൊരു സന്തോഷകരമാണോ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം ആശ്വാസകരമായ ഒരു നടപടിയാണല്ലോ മന്ത്രി വി എൻ വാസവനും ഒക്കെ ഇടപെട്ട് ഉണ്ടാക്കിയത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അങ്ങനെ സന്തോഷവും വിഷമമൊന്നുമില്ല. വെച്ചാൽ വിശ്വാസമാണ് തകർക്കപ്പെട്ടത്. വെച്ചാൽ സഹകരണ മേഖലയിൽ ആളുകൾ പൈസ നിക്ഷേപിക്കുമ്പോൾ അത് ചൂതാട്ടത്തിന് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. ഒരു ആവശ്യം എന്തെങ്കിലുമൊക്കെ മുൻകരുതി വെച്ചിട്ട് അതിനുപയോഗിക്കാനായിട്ടാണ് പണം നിക്ഷേപിച്ചുണ്ടാവുക. അപ്പം അതിന് സമയത്തിന് പണം കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എങ്ങനെ ആളുകൾ സുരക്ഷിതമായിട്ട് നിക്ഷേപിച്ചോ അത്രയും വിശ്വസ്തയോടുകൂടിയിട്ട് ആ വിശ്വാസം തകർക്കപ്പെട്ടിട്ടുണ്ട്. അത് റീബിൽഡ് ചെയ്യാനായിട്ട് ഈ സ്ട്രക്ചർ മാറണം. വെച്ചാൽ ഇപ്പോഴും കരുവന്നൂർ ബാങ്കിൻ്റെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ കൊടുങ്ങല്ലൂരുള്ള ഒരാൾ, അതും രാഷ്ട്രീയക്കാരുടെ നോമിനിയാണ്. പിന്നെ എടക്കുളത്തുള്ള ഒരാൾ, ഇവരൊന്നും കരുവന്നൂർ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളല്ല. പുറത്തുനിന്നുള്ള ആളുകളെ കെട്ടി നുള്ളിറക്കി ഇതുമായിട്ട് ഒരു ചുമതലയോ ഒരു ബാധ്യതയോ ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളെ കൊണ്ട് ഡയറക്ടർമാരാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അഡ്മിനിസ്ട്രേറ്റർമാരാക്കി കഴിഞ്ഞാൽ, മുൻപ് ഡയറക്ടർമാരായിരുന്ന ആൾക്കാരാരാ? അവരും രാഷ്ട്രീയക്കാരായിരുന്നു. അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നേതാവ് വിളിച്ചു പറഞ്ഞു, അവർ ഒപ്പിട്ട് കൊടുത്തു, കാശ് കൂട്ടിച്ചാക്കിൽ നിറച്ചു പോയി. ആ തകർത്ത വിശ്വാസത്തിനെ വീണ്ടെടുക്കാനായിട്ട് ഇപ്പോൾ 2.5 വർഷമായി ഇത് പത്രവാർത്തകൾ അതിൽ 10 വർഷത്തിൽ മേലെ ഈ കളവ് തുടങ്ങിയിട്ട് 2.5 വർഷമായി പുറത്തറിഞ്ഞിട്ട്, എന്നിട്ട് അതിനെ റീബിൽഡ് ചെയ്യാനായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ജോഷി ആൻ്റണി, ഒരു ചെറിയ കാര്യം കൂടി. ഈ ജനുവരി 30-ന് ദയാവധം നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് താങ്കൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അതുപോലെ മുഖ്യമന്ത്രിക്കും കത്തയച്ചത്. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടോ? എന്താണ് അവസ്ഥ? അതിൽ ഞാൻ വട്ടിപ്പലിശയുടെ കെണിയിലുണ്ടായിരുന്നു. അത് തീർക്കാൻ പറ്റി. കാരണം സഹോദരിയുടെ അമ്മയുടെയൊക്കെ പൈസ ഉള്ളത്. ഒരമ്മ 77 വയസ്സാണ്, ഭാര്യയുടെ അമ്മയാണ്. 2 സഹോദര മക്കളുടെ 2 പേരുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഇവർ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്നുകിൽ വീട്ടിൽ കല്യാണം വരണം. അപ്പോൾ ഒരാളുടെ കല്യാണത്തിന് 3 ലക്ഷം രൂപ തന്നു. ഇപ്പോൾ നമുക്കറിയാം, ഒരിടത്തരക്കാരൻ്റെ വീട്ടിലെ കല്യാണത്തിന് നമ്മൾ ആദർശമൊക്കെ പറഞ്ഞ് ചുരുക്കി കഴിക്കുക, ഞാൻ 50,000 രൂപയിൽ കൂടുതൽ ചിലവഴിക്കില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് ചാരിറ്റി വർക്ക് നടത്തുന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും വീട്ടുകാരിൽ ഭൂരിപക്ഷം കാത്തു വെച്ച് കഴിഞ്ഞൊരു കുട്ടി വലുതായി കഴിയുമ്പോൾ ആ ചടങ്ങ് വലുതാക്കി നടത്തണമെന്ന്, നന്നായി നടത്തണമെന്ന്, ആളുകളെ മുഴുവൻ വിളിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളായിരിക്കും. ഇപ്പം നമ്മൾ നോക്കിയാൽ കാണും, വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ തന്നെ ബിന്ദു മിനിസ്റ്റർ മോൻ്റെ കല്യാണത്തിന് 10,000-ലധികം ആളുകളായിരുന്നു. ചെറിയ സദ്യവട്ടം ചെറുതായിരിക്കുമെങ്കിലും അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എത്ര വലുതായിരിക്കണം. 3 ലക്ഷം രൂപ ഒന്നുമല്ല ഒരു ഇടത്തരക്കാരൻ്റെ വീട്ടിൽ. അപ്പോൾ 3 ലക്ഷം രൂപയാണ് ഒരു കല്യാണത്തിന് കൊടുക്കുക. അപ്പം സഹോദരൻ്റെ വീടാണ്, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ വട്ടിപ്പലിശയ്ക്ക് എടുത്തിട്ടാണ് പണം കൊടുത്തത്. അപ്പോൾ ആ വട്ടിപ്പലിശയുടെ കെണിയിൽ നിന്ന് എനിക്ക് ഒഴിവാകാൻ പറ്റി. അതൊരു ജീവശ്വാസമാണ്. ഓക്കെ, താങ്ക് യു ജോഷി ആൻ്റണി. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് നിക്ഷേപിച്ച 28 ലക്ഷം രൂപയും മടക്കി വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. സന്തോഷമുള്ള കാര്യമാണ്. കരുവന്നൂർ നിക്ഷേപിച്ച ആൾക്കാർക്കെല്ലാം പൈസ കിട്ടട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. അപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വിജയകുമാർ ഇരുന്ന് ഈ പരിപാടി കാണുന്നവർക്കെല്ലാം നമ്മൾ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് തുടർന്നുള്ള എപ്പിസോഡുകളിലൊക്കെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദ്യം ചോദിക്കാൻ വരുന്നു. വിചാരണ.
ഈ ആഷ്മിയുടെ തലപ്പൊക്കം ഞാൻ പറഞ്ഞല്ലോ, അത്രയും പൊക്കത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഷ്മിയോട് തന്നെ ഒരു പ്രേക്ഷകയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. മിസ്റ്റർ ആഷ്മി, ബി കെയർഫുൾ. ചോദ്യം വരുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനാമിക, കോഴിക്കോട് സ്വദേശിനിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ആഷ്മിയോടാണ് എൻ്റെ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ആഷ്മിയുടെ ഇൻട്രോ എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആയ ഒന്നാണല്ലോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഇൻട്രോ ആഷ്മി ചെയ്യാമോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരുപാട് ലേഡീസ് ഫാൻസ് ഉള്ള ഒരു ആങ്കറാണ് ആഷ്മി. അപ്പോൾ ആഷ്മിയുടെ കോളേജ് കാലഘട്ടത്തിൽ ഒരുപാട് ലവ് അഫെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ആഷ്മി ഫേമസ് ആയതിനു ശേഷം ഈ ആളുകളെ കാണാൻ ഒരു അവസരം ആഷ്മിക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടായ ആഷ്മിയുടെ ഒരു ഫീലിങ്സ് എന്താണെന്നൊന്ന് പറയാമോ? ആഷ്മി ഭയങ്കര അപകടപ്പെട്ട ചോദ്യമാണ്. അല്ല, രണ്ടാമത്താണോ ആദ്യത്തെയാണോ അപകടം പിടിച്ച ചോദ്യം? ആദ്യത്തേത് പരിഗണിക്കാവുന്ന നമുക്ക് രണ്ടാമത്തേത് കോളേജ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന സ്കാൻ. അത് വെറുതെ അത് എന്തിനാ ഭൂതകാലങ്ങൾ മനസ്സിന്റെ അഗാധങ്ങളിൽ നിന്ന് പോലെ പൊങ്ങി വരുന്ന പ്രണയിനികൾ വല്ലതും ഉണ്ടോ? കോളേജ് കാലത്തൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാവില്ലേ? സ്വാഭാവികവും. ആഷ്മി, അപ്പം മാത്രമല്ല, ഈ അങ്ങനെയുള്ള പെൺകുട്ടികൾ മനസ്സിലേക്ക് ആരെങ്കിലും ചേക്കേറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഓർമ്മകളിൽ കൂട് പൊട്ടിക്കാണും ഇപ്പൊ ചെറുതായിട്ട്. എന്തായാലും അവർ ആവശ്യപ്പെട്ട പ്രേക്ഷകരാണല്ലോ നമുക്കെല്ലാം. അവർ ഈ ചില ആൾക്കാരുടെ ഉള്ളിൽ ഇടുപൊട്ടി കാണുമെന്നറിയാം. എന്നാലും ചിലതൊക്കെ മറച്ചു വെച്ചെങ്കിലും. ഞാൻ ഡിഗ്രിക്കാണെങ്കിലും പി ജിക്കാണെങ്കിലും നമ്മളൊരു രാഷ്ട്രീയക്കാരനായിരുന്നു കോളേജിൽ. വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരൻ. ആരാധികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് നടക്കലായിരുന്നു കൂടുതൽ. അതുകൊണ്ട് അങ്ങനെ വളരെ സജീവമായ ആക്റ്റീവായ പ്രണയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്കാൻ. എന്നാലും ചെറിയ ക്രഷുകളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ 12 കോളേജിൽ ഹിസ്റ്ററിൽ ഒരു കൊച്ചിനോട് ഇഷ്ടം പറയാൻ പറ്റിയില്ല. മനസ്സിൽ കൊണ്ടുവരണം. ആ കുട്ടി ഒഴിച്ച് എല്ലാവരും അറിഞ്ഞു. പിന്നെ പി ജിക്കും അങ്ങനെ ഉണ്ട് സ്കാൻ, സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അല്ലാതെ സജീവമായ വളരെ ആക്റ്റീവായ പ്രണയങ്ങൾ കോളേജിൽ ഉണ്ടായിരുന്നില്ല. കോളേജിന് പുറത്ത് വിജയകുമാർ, വിടണോ തുടരണോ? അല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ട്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ, പ്രേക്ഷകരാണ് നമ്മുടെ ദൈവം, അവരോട് നമ്മൾ നീതി പുലർത്തണം. ആ ചോദ്യത്തിന് കൃത്യം ഉത്തരം കൊടുത്തില്ല എന്നൊരു പരാതി എനിക്ക് പരാതി. അദ്ദേഹത്തിന്റെ കുടുംബം കൂടി ഉണ്ട്. അതായിക്കോട്ടെ, അത് കാര്യമുണ്ട്. വെറുതെ പുള്ളിനെ പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, കാരണം എല്ലാം കയറി പറയാൻ പ്രയാസമായിരിക്കുമല്ലോ അല്ലേ? ഗോപി എന്തോ അർത്ഥം വെച്ച് ചിരിക്കുന്നു. ജനാർദ്ദനൻ നായർ മൊത്തം കുത്തിത്തിരിപ്പോട് ഇറങ്ങിയേക്കോളൂ. ഈ ജനാർദ്ദൻ നായരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്രയും നന്നായിട്ട് ചൊറിയാൻ അറിയുന്നൊരു മനുഷ്യൻ. രാവിലെ അദ്ദേഹം വരുന്നുണ്ട് കേട്ടോ. വരുന്നു കഴിഞ്ഞാൽ ജനാർദ്ദൻ നായർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓർക്കും എന്നുള്ള ലൈനിൽ. ഓക്കെ അനുജ, അപ്പൊ ഞാൻ ചൊറിയുന്നതിനെ കുറിച്ച് ഇവിടെ എല്ലാവരും അവരുടെ കോളേജ് പ്രണയത്തിൽ ആകെ അങ്ങനെ ഓർമ്മയിൽ നിൽക്കുകയാണ്. അപ്പൊ ഓരോരുത്തരോട് ചോദിക്കാം, ഒരു അന്തരീക്ഷം, ആ ഒരു ആംബിയൻസിൽ വൈബിലേക്ക് എത്തി എല്ലാവരും. ചിത്രശലം ഒരു കാര്യം പറയാം, ഞാൻ പഠിച്ചത് മുഴുവൻ ബോയ്സ് സ്കൂളില്. അതുകൊണ്ട് 7 വർഷം പഠിച്ചത് ബോയ്സ് കോളേജിൽ, ക്രൈസ്റ്റ് കോളേജിൽ ഇരിഞ്ഞാലക്കുടയിൽ. ഒരു പ്രണയത്തിന് ഒരു സാധ്യതയില്ല. അത് കോളേജിനകത്തല്ലേ? പുറത്ത് പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ച് നല്ല മാർക്ക് നേടി റാങ്ക് നേടി ജയിച്ചു വന്ന ആളാണ്. എന്റെ അനുഭവത്തില് ആമ്പിള്ളേരെ കോളേജിൽ മാത്രം പഠിച്ച ആൾക്കാരെ കൊണ്ടാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞു. അല്ല, ഞാനൊരു ചരിത്ര പ്രസ്താവന നടത്തിയതാ. നമ്മളത് വിട്ടുകളയാം. കാര്യം ഈ വികാര വായ്പകൾ പ്രകടമാക്കി കഴിഞ്ഞാൽ വീട്ടിൽ കയറണം രാത്രിയിൽ എന്നുള്ളത്. അതിനിടയിലൊരു കാര്യമുണ്ട്. അതായത് കോളേജിൽ മിടുക്കനായി പഠിച്ച് റാങ്ക് നേടി വന്നവനാണ് ഇവിടുന്ന് നമ്മുടെ പോലുള്ള മണ്ടന്മാരുടെ കൂടെ വന്നിട്ട് നിൽക്കുന്നത്. അതാ കറക്റ്റ് അതാണ്. അപ്പൊ ഇനി നമുക്കിനിയിപ്പോ അനുജ എന്തോ പറയാൻ വന്നു? അനുജ ഇല്ല, എന്തോ പറയാൻ വന്നു? ഇല്ലല്ലോ, ഉറപ്പാണല്ലോ. ആ ഫേസിൽ എന്തോ ഓളം വെട്ടി വരുന്നു. ഓളം വെട്ടുന്നില്ലല്ലേ? ഓക്കെ, റെഡി. ഇനിയിപ്പോ കട്ട ലോക്കല്. അപ്പോൾ ഇനിയിപ്പോൾ പ്രേക്ഷകരെ ഞാനൊരു വീടിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. കട്ട ലോക്കലാ.
ഈ വീട് ആരുടെയാണെന്ന് നമുക്ക് ഇതിൽ അറിയാവുന്ന ഒരാളേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നത് ഈ വീട് നേരിട്ട് കണ്ട് പരിചയമുള്ള ഒരാളുണ്ട്. എനിക്കൊരു ചെറിയ ഊഹമുണ്ട്. ഈ മുഖം വെച്ച് വിലയിരുത്താൻ പറ്റുമോ ആരുടെ വീടാണ്? കട്ടല്ലോ പറ്റുമോ? മുഖം വെച്ച് വിലയിരുത്താൻ പറ്റില്ല. പിന്നെ വീട് വെച്ച് വിലയിരുത്താൻ പറ്റുമോ? അല്ല, എനിക്ക് അനുജ ചേച്ചിയുടെ കുടുംബ വീടാണെന്ന് ചെറിയ സംശയമുണ്ട്. ആണോ? കാരണം വെച്ചാൽ അനുജ ചേച്ചി വീട് അടച്ചിട്ടിരിക്കുകയാണ് കുറെ കാലങ്ങളായിട്ട് എന്ന് എന്നോട് എപ്പോഴോ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആ വീടായിരിക്കാം. വിജയൻ സാധാരണ ഇങ്ങനെ ഈ പെൺകുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ മറന്നു പോകത്തില്ലല്ലേ? ഇല്ലില്ല, അല്ല നമ്മൾ ചേച്ചിമാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഓക്കെ, അനുജ ഇതാരുടെ വീടാണ്? അനുജ എന്റെ വീടാണ്. അനുജ ഇത് എവിടെയാണ് ഈ സ്ഥലം? ഇത് കോട്ടയം കുടമാളൂരാണ്. ഈ വീട്ടില് കണ്ടപ്പോ എനിക്ക് വിഷമമായി, കാരണം അടഞ്ഞു കിടന്ന് അത് അങ്ങനെ ആയി പോയല്ലോ എന്ന് പെട്ടെന്ന്. കുറെ കാലമായി ഈ വീട് ഇവിടെയാണോ അനുജ ജനിച്ചത്? ജനിച്ചത് ഇവിടെയല്ല, പക്ഷെ അച്ഛൻ ഉണ്ടാക്കി വീടാണ്. ഒരു 80കൾ മുതൽ. എത്ര കാലമായി അത് അടഞ്ഞു കിടക്കുന്നു? 2011 അച്ഛൻ മരിക്കുന്നു, 2001 എന്റെ അമ്മ മരിച്ചു. അപ്പൊ 2011 മുതൽ പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ ആ വീട് കണ്ടപ്പോ പെട്ടെന്ന് നമുക്ക് ഭയങ്കര സങ്കടം വന്നു. പഴയ സിനിമയില്ലേ പാർക്ക് വിന്നില്ലേ, അതുപോലെ നമുക്ക് തോന്നി. അപ്പൊ അത് അങ്ങോട്ട് പോകാറില്ലേ അപ്പൊ അനുജ? വല്ലപ്പോഴേ പോവാറുള്ളൂ. ഇപ്പൊ ഇത് ടെലിവിഷനിൽ കാണിച്ചത് കരയിലേക്ക് നാട്ടുകാരത് കയറി വൃത്തിയാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ച ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാമല്ലോ, അല്ലേ? അനുജ വളരെ ഇമോഷണലായി. അനുജയ്ക്ക് ഈ വീടിനെ കുറിച്ചുള്ള ഓർമ്മ എന്താണ്? ആ വീടാണ് എൻ്റെ ഓർമ്മ. കാരണം അച്ഛനും അമ്മയും രണ്ടുപേരും നിലവിലിപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവരെ അവിടെയാണുള്ളത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടി ഒന്ന് പോയി ഇരിക്കുന്ന ഒരു സ്ഥലം അതാണ്. എനിക്ക് ഭയങ്കരമായി ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അനുജ ആ നാട്ടിൽ എത്ര കാലം ജീവിച്ചിരുന്നു? ഞാനിപ്പോഴും ആ വീട് അവിടെ പോവാറുണ്ടല്ലോ. ഞാനൊരു 80കൾ മുതൽ അവിടെയാണ്. അപ്പോൾ അനുജയുടെ ഞങ്ങൾ നാട്ടിലിറങ്ങി കട്ട ലോക്കൽ വെച്ചിട്ട് ഒരു അന്വേഷണം നടത്തി. ആരാണ് അനുജ രാജേഷ്? കിട്ടി 2-3 മറുപടികൾ. ഞങ്ങളുടെ കുടമാളൂർക്കര എന്ന് പറയുന്നത് അക്ഷരനഗരിയിലെ തൊട്ടടുത്തുള്ള നഗരമാണ്. അത് പലതുകൊണ്ടും പ്രശസ്തമായൊരു നാടാണ് ഞങ്ങളുടെ കുടമാളൂർക്കര. അത് വിശ്വപ്രസിദ്ധ കഥകളി ആചാര്യൻ കുടമാളൂർ കരുണാകരൻ നായർ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മരുമകൻ മാതൂർ ഗോവിന്ദൻകുട്ടി ആശാൻ ഇവിടെ ഉള്ളതാണ്. പിന്നെ ഒത്തിരി പട്ടരിപ്പാട് മഹാനായ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഭാര്യ വീട് തെക്കേടത്തമ്മന ഞങ്ങളുടെ അടുത്താണ്. ഞങ്ങൾ ഈ കുടമാളൂരാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ലോകമറിയുന്ന ഞങ്ങളുടെ കുടമാളൂരിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരെ തനൂജയെപ്പോലെ ഒരു പെൺകിടാവ് ഈ 24 ചാനലിൽ വന്ന് വാർത്ത വായിക്കാൻ ഞങ്ങൾക്ക് അഭിമാനകരാണ്. അനുജ എന്ന ആ റിപ്പോർട്ടറെ ഞങ്ങൾക്ക് ബഹുമാനമാണ്, ആദരവാണ്, കുടമാളൂരിൻ്റെ സൗഭാഗ്യമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് പരിചയമുണ്ടോ അനുജയ്ക്ക്? സത്യത്തിൽ എനിക്ക് കണ്ടൊരു ഓർമ്മയില്ല. വാർഡ് മെമ്പറാ അനുജയുടെ? വാർഡ് മെമ്പറാ ഞാൻ. എനിക്ക് ആ നാടുമായിട്ട് പഴയ ഒരാളാണെങ്കിൽ പോലും എനിക്ക് അത്ര പരിചയം കിട്ടുന്നില്ല. അനുജ അവിടെ ഇനി ഉടനെ പോകണം. പോയിട്ട് നമുക്ക് ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ ഇരുന്നൊരു പാട്ടൊക്കെ പാടിയിട്ട് പോരണം. പിന്നെ ഒന്നുകൂടെ കാണിക്കണം. അവതാരപുരികളുണ്ട്, ഒരു ഗുണമെങ്കിലും ഈ നാട്ടിലുണ്ടാകട്ടെ. സൗഭാഗ്യം എന്നാണ് പറഞ്ഞത്. അത് വലിയ കാര്യമല്ലേ? 24-ന്റെ സൗഭാഗ്യം മാത്രമല്ലെന്ന് ഇപ്പൊ PP മനസ്സിലായില്ലേ? PP യഥാർത്ഥത്തിൽ അനുജ രാജേഷിനെ കണ്ടപ്പോൾ എന്താ ചിന്തിച്ചത്? വാട്ട് യു തോട്ട് ഓഫ് അനുജ? ഓക്കെ, നല്ല കാര്യം. പ്രജിൻ, അപ്പൊ പ്രജിൻ പാട്ടൊക്കെ എങ്ങനെ പോകുന്നു? പാട്ട് കുഴപ്പമില്ലാതെ പോകുന്നു. സ്കേൻ SP ബാലസുബ്രഹ്മണ്യത്തിന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അദ്ദേഹം ഐസ്ക്രീം ഒക്കെ കഴിക്കുമായിരുന്നു പറഞ്ഞു. പ്രജിൻ എങ്ങനെ? പഠിച്ചിട്ടില്ല എന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രജിനെ കൊണ്ട് നമ്മളൊരു പാട്ട് പാടിപ്പിക്കണം. അതിന് മുമ്പ് നമുക്ക് ഇത്തിരി കേക്കോ അങ്ങനെ എന്തെങ്കിലും സാധനം സമ്മാനമായിട്ട് തന്നാലോ? വേണോ വേണ്ടയോ? സർപ്രൈസ് കഴിക്കാമല്ലോ, കിട്ടിയാൽ കഴിക്കുമല്ലോ. ചിലപ്പോൾ വലിയൊരു ശത്രുവായിരിക്കും കേക്ക് ഉണ്ടാക്കിയത്. അല്ല, എന്താണ് അതിൻ്റെ ചേരുവകളൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ മലനടിച്ചൂടെ വീണെന്ന് വരാം ആ കേക്ക് കഴിച്ചിട്ട്. പക്ഷെ കേക്ക് കഴിക്കാനുള്ള കരുത്തുണ്ടോ? കേക്ക് കഴിക്കാം. ഒരു ജന്മശത്രു ആവാൻ സാധ്യതയുള്ള ഒരാൾ കേക്കുമായിട്ട് വരുന്നുണ്ട്. പ്ലീസ് കം. വരൂ. ഹായ് മോൻ, ഹായ് മോൻ. മോൻ മൈക്കും കൂടെ വന്നേ. മോന്റെ പേരെന്താ? മോൻ ആരാ? അതായത് പ്രജിൻസി കണ്ണന്റെ മകനാണ് മോൻ. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ജോസഫ്. കേക്ക് ആരാ ഇത് ഉണ്ടാക്കിയത്? പറയല്ലേ, ഞാൻ ഇപ്പൊ വിളിക്കാം. കേക്ക് ഉണ്ടാക്കിയ ആള് വരട്ടെ. അയാൾ ഒന്ന് കൈയടിച്ചു കൊടുക്കും. വരൂ. ഹായ്.
ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കാൻ വരുമ്പോൾ കൈ കയറി പിടിക്കുന്നു. അത് ഓക്കെ ഓക്കെ. അപ്പോൾ പേര്? ഗ്രീഷ്മ. ഗ്രീഷ്മ. ഈ മനുഷ്യനോടുള്ള ബന്ധം? വൈഫാണ്. പ്രജിനെ ഒന്ന് ഞെട്ടിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ വളരെ സൂത്രത്തിൽ. പ്രജിന അറിഞ്ഞായിരുന്നോ ഭാര്യ ഇങ്ങോട്ട് വരുന്നുള്ളവരും? ഇങ്ങോട്ട് വരുന്നത് അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങോട്ട് വന്ന് അറിഞ്ഞു? പ്രതീക്ഷിച്ചത്, അതായത് അവർ ലുലുമാളി പോന്ന് പറഞ്ഞു. വീട്ടിലോട്ട് എങ്ങാനും വരും എന്ന് കഴിഞ്ഞ എവിടെയാ വീട്? എവിടെയാ? എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂരാണ്. കണ്ണൂർ. നിങ്ങൾ രണ്ടുപേരും കണ്ണൂരുകാരാണോ? നിങ്ങൾ എവിടെ വെച്ച് കണ്ടുമുട്ടി? കണ്ണൂര് തന്നെ. കണ്ണൂർ. പ്രജി ഞെട്ടി തകർന്നിരിക്കുക. ഞാൻ എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ പ്രജിന് മോനെ അച്ഛന് കേക്ക് കൊടുക്കട്ടെ. അപ്പോൾ പ്രജിന് ഇത് അല്ലേ താങ്ക് യു സ്കാൻ. കുട്ടന് വേണ്ടേ? ധർമ്മപത്നിക്ക് എന്തെങ്കിലും ടെൻഷൻ ആവില്ലേ? ഓക്കെ. അപ്പോൾ വിജയകുമാർ കൊതിക്കണ്ട. വിജയന് വായി വെള്ളം ഊറിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എടുത്തോളാം. അപ്പം ഞാൻ പിടിച്ചോളാം മോനെ കേട്ടോ. ഞാൻ പിടിച്ചോളാം മോനെ. ഞങ്ങളൊക്കെ ഇല്ല വിജയൻ പിടിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വിജയനാ ഉത്തമൻ. ഞങ്ങളൊക്കെ കേക്ക് വാങ്ങാറുണ്ട്. അറിയില്ല. എനിക്കൊന്ന് ഒരു പ്രശസ്ത ബേക്കറാണ് താങ്കൾ. എല്ലാവർക്കും എനിക്കറിയാം. ഈ രംഗത്ത് കുറെ കാലമായിട്ട് പരിചയമുണ്ടോ? 5 years ആയി. 5 years ആയി. ഇത് എവിടുന്ന് പഠിച്ചു ഈ പരിപാടി? ഞാനൊരു ക്ലാസ്സിന് പോയിട്ട് പഠിച്ചതായിരുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തോ ഇത്? അത്യാവശ്യം ചെയ്യാറുണ്ട്. ഭയങ്കര കസ്റ്റമൈസ്ഡ് ആയിട്ട് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സൂപ്പറാണ്. എല്ലാവരും പ്രജൻ ഇതുവരെ എനിക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ അത്യാവശ്യം കേക്ക് കഴിക്കുന്നവരാണോ? ഞാൻ തന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? അയ്യോ ഞാൻ മറന്നുപോയി, സോറി കേട്ടോ. അപ്പോൾ പക്ഷേ താങ്കളുടെ വൈദഗ്ധ്യത്തെക്കുറിച്ച് ഇവരൊക്കെ ഇടനാഴി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം ഇവർ ഒരു നന്ദിയുള്ളവരാ. തിന്നു കഴിഞ്ഞാൽ അവർ ഓർമ്മിക്കും കേട്ടോ. ഇവർ അങ്ങനെയുള്ളവർ. ഒരു കാര്യം ചെയ്യാം, ടേസ്റ്റി അല്ലേ? ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്, അതിൽ ഏത് പറഞ്ഞാലും ഉണ്ടാക്കി തരും. ഓക്കെ. അപ്പം ഞാനൊരു ലിസ്റ്റ് പൈസ തരേണ്ടി വരുമോ? അല്ല, പൈസ ഇല്ല, കാശ് വാങ്ങിക്കണം. പ്രജിന് ഭയങ്കര മടിയാണ് പൈസ ചോദിക്കാനൊക്കെ. അങ്ങനെ പ്രജിൻ നമ്മളോട് പറയില്ല. നമ്മൾ അങ്ങോട്ട് നിർബന്ധിച്ചാണ് പ്രജിൻ. മോൻ പനിയുണ്ടോ കൂട്ടാ? ഉണ്ടോ? ഇല്ലല്ലോ. ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് സംശയം? ഇല്ലല്ലോ മോനെ. ഓക്കെ. അപ്പോൾ പ്രജിൻ, നമുക്ക് വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണിത്. പ്രത്യേകിച്ച് ധർമ്മപത്നി വന്നു, മകൻ വന്നു, മകൻ കേക്കുമായിട്ട് വന്നു. അപ്പോൾ നമുക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി രണ്ടുപേരും മൂളിയാലോ? ഭാര്യയുടെ സാന്നിധ്യത്തിൽ പാടാൻ രണ്ടുപേരും കൂടെ ആണെങ്കിലോ? രണ്ടുപേരും കൂടെ പാടുവോ? പാടുവിടും. അല്ല, മകൻ പാടുവോ? ഡാൻസറാണ്. അയ്യോ, ഡാൻസറാണോ? ഒന്ന് കളിച്ച്. പാട്ട് വേണോ മോനെ? ഒരു മ്യൂസിക് കിട്ടി എന്നാൽ കളിക്കുവോ? മ്യൂസിക് കിട്ടി എന്നാൽ ഡാൻസ് കളിക്കുവോ? ഏത് മ്യൂസിക് ആണ്? ഏത് പാട്ടാ വേണ്ടേ? ഫോണിലുണ്ടോ? ടീച്ചോ പ്ലേ മ്യൂസിക് ഏതെങ്കിലും അല്ലേ? ഏതാ വേണ്ടേ? ഒരെണ്ണം ഇട്ട് തരും. മോനെ കളിച്ചോ, തകർത്തം കളിച്ചോ. ഇനി ഒന്നും നോക്കണ്ട, അച്ഛനെ നോക്കണ്ട കേട്ടോ. അപ്പോൾ പ്രജിൻ, അപ്പോൾ ഇവർക്കിടെ സന്തോഷത്തിൽ ഒരു പല്ലവിയും ചരണവും പാടാം. പിന്നെ വേണ്ടതിൻ്റെ പിന്നാലെ അനുപല്ലവിയുടെ ആയിക്കോട്ടെ. ഓക്കെ, റെഡി അല്ലേ വിജയ? ഓക്കെ അല്ലേ? വിജയന്റെ താളം ഉണ്ടാവുമോ? കൊണ്ടുവന്നില്ലല്ലോ. വരണ്ടേ വിജയ? ഇനി എന്നാ കൊണ്ടുവരും? അടുത്ത പ്രാവശ്യം. ഓ, ദേവദൂതൻ എന്ന പടത്തിലൊരു പാട്ട് പാടാം. നിങ്ങൾ പാടുന്ന പാട്ടാണോ അത്? വീട്ടിൽ നിന്ന് പാടാറുണ്ട് ഞാൻ. ഓക്കെ, താങ്ക് യു പ്രജിൻ സി കണ്ണൻ. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് നമ്മുടെ പ്രേക്ഷകത്തിൽ കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ ഏറ്റവും മാർക്കറ്റുള്ള സാധനമാണ് ഇപ്പോൾ കുക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നല്ലൊരു കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്ക്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് കേക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. മിൽക്ക് കേക്കാണോ എളുപ്പം? അപ്പോൾ എന്തൊക്കെയാണ് ചേരുവകൾ? റെസിപ്പി ഫ്ലാഷ് ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലേ? അത് അല്ല, ഇത് ഒരു വ്യാപാര അടിസ്ഥാനത്തിൽ തുടങ്ങിക്കൂടെ ഇത്? ഇപ്പം ഞങ്ങളിവിടെ ചർച്ച കൊണ്ടിരുന്ന കാര്യം എന്താ അറിയോ? ഈ തലതൊട്ടപ്പനായ ആഷ്മിക്ക് ഉൾപ്പെടെ ജോലി പോകുന്ന കാര്യമാണ് നമ്മൾ ചർച്ച കൊണ്ടിരുന്നത്. AI ഒക്കെ വരികയാണ്, പകരം ആൾക്കാർ വരുമെന്നൊക്കെ വരും. എനിക്കുൾപ്പെടെ പണി പോകാൻ തൊഴിലാഹിത്യത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പ്രജിൻ സി കണ്ണൻ വഴിയാധാരാവാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മുടെ കേക്ക് കച്ചവടം പൊടി പിടിക്കണം. അങ്ങനെ വന്നാൽ ഉള്ള ഒരവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. പ്രജിൻ സി കണ്ണൻ, ഈ സാങ്കേതികവിദ്യ നമ്മളെ തകർത്തുകളയെന്നാണ് തോന്നുന്നത്. അങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? അത് പ്രശ്നമാണ്. പാട്ടുപാടി ജീവിക്കാൻ പറ്റും. പാട്ടുപാടാൻ ഇപ്പൊ AI ഉണ്ട്. പക്ഷേ പാട്ടുപാടുകയാണെ മറ്റേ പാട്ട് പാടണം. അധ്യാപകനാണ്. അല്ല, അതും പോയിന്ന് വെച്ചു. AI അതിനകത്ത് ഇറങ്ങുമല്ലോ. പിന്നെ പാട്ട് പാടിയ മറ്റേ പാട്ടുണ്ടോ? നയാ പൈസ ഇല്ല കയ്യിൽ. അത് പാടി കഴിഞ്ഞാൽ അതിന് സ്കേന്റെ വോയിസിൽ പാട്ടിറക്കാം. ജെയിംസ് സാറിന്റെ വോയിസിൽ പാട്ടിറക്കാം. AI വന്നു കഴിഞ്ഞു. ആര് കേൾക്കും ഇതൊക്കെ? ദാസേട്ടന്റെ ശബ്ദത്തിൽ ഈ പാട്ടൊക്കെ ആർക്ക് വേണം പാട്ടെന്നുള്ള ഒരു പ്രശ്നം വരും. അപ്പോൾ ഏത് കേക്കാണ് പ്രിഫർ ചെയ്യുന്നത്? മിൽക്ക് അതാണ്.
പെട്ടെന്ന് ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്നത് മിൽക്ക് കേക്കാണ്. നിങ്ങളെങ്ങനെയാ വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ ഇതിൽ പ്രാഗൽഭ്യമുള്ളവരാണോ? രണ്ട് കണ്ണൂർക്കാരായോണ്ട് ചോദിച്ചേ. ഓക്കെ, ഗ്രീഷ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. ആ അപ്പോൾ ഗ്രീഷ്മ വളരെ സന്തോഷം വന്നതിന്. മോനെ താങ്ക് യു മോനെ, കേട്ടോ. ഓക്കെ, നമുക്ക് മോനൊരു കാര്യം ചെയ്യും. ഇനിയിപ്പോൾ മോൻ ആ ക്യാമറ ഉണ്ടല്ലോ, മോനെ നോക്കിയിരിക്കുകയാണ്. മൈക്കുന്ന മോനാണ് ഇടവേള പറയുന്നത്. ഇനി ഒരു ഇടവേള അത് പറഞ്ഞു, മോൻ പറഞ്ഞു. ആ ക്യാമറ ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ മിക്കവാറും പ്രജിൻസി കണ്ണൻ്റെ അപ്പനാവും. കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണം, നീ ഉഗ്രൻ അവതാരകനാകാൻ പോവാ. ഓവർ ടു ബ്രേക്ക്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ മണിയുടെ മീഡിയ സിറ്റി സ്റ്റുഡിയോയിൽ നിന്ന് 12K വിസ്താര ഫ്ലോറിൽ നിന്നാണ് ഈ തത്സമയ സംപ്രേഷണം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിജയകുമാർ, ഇത് കഴിഞ്ഞാൽ വാർത്താമഴ വരും. ഗൂഗിൾ റിവ്യൂ ആയിരിക്കും വാർത്താമഴ വായിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ വാർത്താമഴ അങ്ങനെ ഒരു പേരിടാൻ എന്താ കാര്യം? അത് പേരിട്ടത് ഞാൻ അല്ലല്ലോ. അല്ലല്ലോ, എന്നാലും വിജയനോട് ഞാൻ ചോദിക്കാം. വിജയൻ എപ്പോഴെങ്കിലും വാർത്താമഴയിലേക്ക് സ്വാഗതം എന്നൊക്കെ ഇങ്ങനെ ഫ്ലോറിൽ നിന്ന് നിരന്തരം പറയാറുണ്ടല്ലോ. അപ്പൊ ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഈ വാർത്താമഴ? ഈ വാർത്ത ഇങ്ങനെ മഴ പോലെ പെയ്യുന്നത് കൊണ്ട് അതെ അതെ അതെ. പക്ഷെ ആ പേരുണ്ടല്ലോ സ്കെൻ, അങ്ങനെ ഒരു പേര് ലോക ചരിത്രത്തിൽ ഒരു വാർത്താ പരിപാടിക്ക് ആര് വിട്ടിട്ടില്ല, ഇനിയോട്ട് ഇടത്തുമില്ല. അതാണ് അല്ല അല്ല സ്കെൻ, അത് സത്യത്തില് ഇപ്പം നമുക്കറിയാം, നമ്മൾ തുടങ്ങിയത് 2 മണിക്കൂർ തുടങ്ങി, പിന്നീട് 1 മണിക്കൂറാക്കി, പിന്നെ 1.5 മണിക്കൂറായി, ഇപ്പൊ ഏതാണ്ട് ഒരു 1 മണിക്കൂറിനടുത്ത് 1/4 മണിക്കൂറോളം ഇപ്പോൾ ആ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടിക്ക് വാർത്താമഴ, നമ്മൾ ഈ എന്താണ് കുംഭമാസത്തിലെ കടുത്ത വേനൽക്കാല വൈകിട്ട് രാത്രിയിൽ വാർത്താമഴയിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ കമന്റ് ഇടുക, ഇവിടെ AC-ക്കാതിരുന്നിട്ട് ചൂടെടുക്കുന്നു എന്ന് പറയാം. അപ്പോഴാണ് നമ്മൾ ധൈര്യത്തോടെ എന്തായാലും അതൊരു വിജയിച്ച പരീക്ഷ. ഒരു കാര്യം ചെയ്യൂ, ഇത് പേരിട്ടവന് പണി കൊടുത്തോളൂ, അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ആരാണെന്നുള്ളതാണ് പ്രശ്നം. ചീഫ് എഡിറ്റർ തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. നേരത്തെ നമ്മൾ അല്ല, എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടെ, എനിക്ക് തോന്നുന്നത് TV ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ ഏറ്റവും കൂടുതൽ പേരിട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് എസ്കെൻ അല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും, കുറെ അധികം പേരുകൾ. ഒരുപക്ഷെ ഈ മലയാള ടെലിവിഷൻ ഇല്ലാതായാലും ഈ പേരുകൾ ബാക്കി. മറ്റു പല ചാനലുകളുടെയും ഈ പ്രോഗ്രാമുകളുടെ പലതിന്റെയും പേര് കൗതുകമാണ്. അത്തരം പല പേരുകൾ എസ്കെൻ ഇട്ടാണ്. ഞാൻ പക്ഷേ മനുഷ്യർക്ക് പേരിട്ടിട്ടില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പേരിട്ട് കണ്ടത് കുറിച്ചേട്ടനെയാണ്. നമുക്ക് ആണെങ്കിലും കയറി പേരിട്ടില്ല. പ്രീതേഷ് ഉൾപ്പെടെ എത്രയോ ആൾക്കാർ അതേ പേരിട്ട്, പ്രേം നസീറിന്. പക്ഷേ ഈ പരിപാടികൾക്ക് പേരിടാൻ, അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ മെയിൻ ഇപ്പൊ പേരിട്ടിൽ ചടങ്ങില്ല. എന്റെ കൊച്ചുമോന് വൈഭവ് എന്ന് പേരിട്ടത് ആരായിരിക്കും? വൈഭവ് എന്ന് പേരിട്ടത് അത് ഞാനല്ല. അല്ല, ആ അവസരം എനിക്ക് തന്നില്ല. എനിക്ക് തോന്നുന്നത് വൈഭവ് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ ഇട്ടത്. എന്നാ എനിക്ക് എൻ്റെ ഒരു വൈഭവ് അനുരാജ് എന്താണ് മുഴുവൻ പേര്. ഓക്കെ, എന്തോ ചോദിക്കാൻ വന്നു. അത് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു വിഷയമാണ്. ഈ ദിനേശ് ഹരിപ്പാട് എന്നൊരു നമ്മുടെ പ്രേക്ഷകൻ ചോദിച്ച ചോദ്യമാണ്. നമുക്ക് എല്ലാം ചോദിക്കാനുള്ള ചോദ്യം കൂടിയാണത്. എസ്കെൻ, താങ്കളും പഴയ പ്രണയങ്ങൾ വെളിപ്പെടുത്താമോ? വെളിപ്പെടുത്താമായിരുന്നു, പക്ഷേ എൻ്റെ ഭാര്യ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. എന്നോട് പറഞ്ഞു പറയാവുന്നത് പറയാമല്ലോ. അല്ല, അതിന്റെ പ്രശ്നം എന്താ അറിയോ, ഈ ഞാൻ സൂത്രത്തില് ഒഴിഞ്ഞു മാറി എന്താണെന്നറിയോ, അതായത് ആഷ്മി താജ് ഇബ്രാഹിമിനോട് ഞാൻ ഒരുപാട് പ്രണയത്തിന്റെ മതിലൊക്കെ ചാടി അപ്പുറം കടക്കാതിരുന്നതെന്നറിയോ, ചിലപ്പോ ഈ ദുര്യോഗം എനിക്കും വന്ന് ചേരുമല്ലോ എന്ന് കരുതിയത്. ചോദിച്ചിട്ടുണ്ട് മാഡമായിട്ട് ചെറുപ്പം മുതലേ അവർ പ്രണയത്തിലായിരുന്നു, അങ്ങനെ വിവാഹം കഴിച്ചതാണ്. അതാ PPയെ കണ്ടുപിടിച്ചത്. യഥാർത്ഥത്തിൽ PPക്ക് എപ്പോഴും ഒരു മീഡിയേറ്റർ റോളുണ്ട്. തിരുവനന്തപുരത്തൊക്കെ PPയുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞു പ്രണയിക്കാതെ മാന്യമായിട്ട് നടക്കുന്ന ആൾക്കാരെ പ്രണയിപ്പിക്കുക. അയ്യോ, അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ 1-2 കാര്യങ്ങൾ ഇപ്പൊ പറയും, പ്രേക്ഷകരോട് ഞാൻ പറയും. അതിലൊരു കാര്യമുണ്ട്, എസ്കെനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന് എനിക്കിത് വേണം. കറക്റ്റ് ഇതെല്ലാം ഓർത്ത് വെച്ചേക്കുന്നത് നല്ല. ഇപ്പോഴേതോ അപകടത്തിൽ നിന്ന് രക്ഷിച്ച കാര്യമാണ് ഈ സമയത്താണോ? അല്ല, അതാണ് ജെയിംസ് പക്ഷേ എസ്കെൻ പഴയ ഏതോ കഥ പറഞ്ഞു. രണ്ടുപേരും അത് പറഞ്ഞേക്ക്. അതല്ല, പഴയ പ്രണയങ്ങളൊക്കെ പറയാൻ മനസ്സിലായി. ഈ പ്രജിൻ പ്രതികാരം ചെയ്തതാ കാര്യം. ഈ പ്രജിൻ ഈ ധർമ്മപത്നി നമ്മളിവിടെ വിളിച്ചുകൊണ്ട് വരുമെന്ന് ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ല. കാര്യം ആ കേക്കൊക്കെ ഇറങ്ങുമ്പോ ഉണ്ടല്ലോ, വേറെ ഏതോ മാരക വിഷം ഉള്ളിലേക്ക് ഇറങ്ങുന്നവരായിരുന്നു. അങ്ങനെയാണെങ്കിലേ അല്ലേ?
SK ബന്ധുവിനെ തന്നെയാണ് വിവാഹം കഴിച്ചത്. ചെറുപ്പം മുതലേ അറിയാം. അല്ല, അതിനു മുമ്പ് ഒരു പിന്നെ ഏട്ട് വേറെ പ്രണയം ഉണ്ടായിരുന്നു. പ്രണയത്തിന്റെ കഥ പറയണ്ട. അത് 7 പ്രണയം ഒരു ഉണ്ടായിരുന്നു. 10-14 വരും. ഞാന് ആഷ്മി സ്വകാര്യമായിട്ട് ഒരു ദിവസം ഒരു 4 മണിക്കൂർ ചെലവാക്കാൻ ഇരിക്കുവാണെങ്കിൽ ഞാൻ ഈ പ്രണയത്തിന്റെ കാര്യങ്ങൾ പറയാം. ഇരുന്നിരിക്കും. ആഷ്മി നമുക്കൊരു പുസ്തകം തന്നെ എഴുതാം. പ്രണയമഴ, പ്രണയമഴ. ഇത് കഴിഞ്ഞിട്ട് അവിടെ പുറത്തേക്ക് ഇറങ്ങണം. ഞാനത് തന്നെ ആലോചിച്ചു, ഇത് കഴിഞ്ഞ് വീട്ടിൽ കയറണമല്ലോ എന്നുള്ളത്. ഓക്കെ ഗോപി, അപ്പൊ നമുക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കണ്ടല്ലോ. ഗോപി കുറേ കാലമായി ഗോപിയായിട്ട് ഇങ്ങനെ ജോലിയായിട്ട് കഴിയുന്നു. ഈ ഗോപി ഒരു സംതൃപ്തനായിട്ട് വളരുകയാണോ ഇപ്പോൾ? വളരുക എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ്, ഒരു ഡെവലപ്പിംഗ്, പ്രോഗ്രസിങ്, അതായിരിക്കും കറക്റ്റ്. സംതൃപ്തനായിട്ട് ഏത് കാര്യത്തിലുള്ള സംതൃപ്തി? ഉരുള ഉരുട്ട് കഴിക്കുന്നതിൽ അത് ഞാൻ സംതൃപ്തനായിട്ട് കഴിയുന്നെന്ന് ചോദിച്ചാൽ ഏത് ജോലിയുടെ കാര്യത്തിലാണോ അതോ വ്യക്തി ജീവിതത്തിലാണോ, ഏതിന്റെ കാര്യത്തിലാണ് സംതൃപ്തി? അല്ലേ, പൊതുവെ ജീവിതത്തിൽ സംതൃപ്തനാണോ? ജീവിതത്തിൽ KR ഗോപികൃഷ്ണൻ ഇപ്പൊ ഫയറിംഗ് ലൈൻ ഉണ്ട്. ഫയറിംഗ് ലൈനിന്റെ അങ്ങേ തലയ്ക്കും നിൽക്കാം. ഒരു ഫയർഫോഴ്സുകാരനാണ്, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് വിജയകുമാർ. ഫയറിംഗ് ലൈൻ, ഫയർഫോഴ്സ്. ഓക്കെ. അപ്പം അത് എല്ലാം കൊണ്ടും പ്രക്ഷേപണ ജീവിതത്തിലും ദാമ്പത്യത്തിലും ഒക്കെ 100% സംതൃപ്തിയിലാണ്. 100% സംതൃപ്തിയിലാണ്. വിജയകുമാർ നോട്ട് ദ പോയിന്റ്. ലോകത്താദ്യമായിട്ട് ഒരു പ്രക്ഷേപകൻ 100% സംതൃപ്തനായി. അല്ല, അത് SKN കൂടി ഉണ്ട് അതിന്റെ ക്രെഡിറ്റ്. കാരണം ഈ SKN ചീഫ് എഡിറ്റർ ആയിരിക്കുന്ന സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സംതൃപ്തനായി ഞാൻ പറയുന്നത്. അപ്പൊ SKN ചീഫ് എഡിറ്റർ ആയിരിക്കുന്ന സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ 100% തൃപ്തനാണ് എന്ന് പറയുകയാണ്. അത് SKN കിട്ടുന്ന ഒരു വലിയ സർട്ടിഫിക്കറ്റ്. ആലോചിച്ചൊരു കള്ളം പറഞ്ഞത്. ഏത് കാര്യത്തിലാന്ന് പറഞ്ഞില്ല, എന്തിനാണ് 100%? അല്ല, എല്ലാ കാര്യത്തിലും നല്ല SKN ചോദിച്ചത്. എല്ലാ കാര്യത്തിലും ഗോപി വളരെ സൗമ്യനും സാറ്റിസ്ഫൈഡ് ലിവിംഗ്. ഈ കലാപകലുഷിതമായ ജീവിതത്തിലേക്ക് പുള്ളിക്ക് താല്പര്യമില്ല. അതാണ് സാറ്റിസ്ഫൈഡ് എന്നൊരു വാക്ക് പറഞ്ഞു. സാറ്റിസ്ഫൈഡ് അല്ല, അത് ഒരു പ്രസംഗം നടത്തിയിട്ട് പരിഭാഷ നടത്തിയിട്ടുണ്ട്. ഐ എം സാറ്റിസ്ഫൈഡ്. എനിക്ക് മതിയായ. അത് എവിടെയാ പ്രസംഗിച്ചത്? അത് CPM-ന്റെ ഒരു പാർട്ടി കോൺഗ്രസില് ജനദേവി നടത്തിയ പ്രസംഗത്തിന്റെ മലയാളം. ഇത് വേറെ എവിടേക്കോ ഞാൻ വേറൊന്നും കൊണ്ടല്ല, വേറെ എവിടെയോ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. അല്ലല്ല, ഞാൻ ഗോപി ഇങ്ങനെ വളരെ സന്തോഷത്തിലൊക്കെ കഴിയുന്നല്ലോ എന്ന് ആലോചിച്ചു. ഒരു സങ്കടം. ഭാര്യയെ ഇങ്ങനെ പ്രണയിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ജെയിംസ് സാർ എവിടെ തുടങ്ങിയാലും അവസാനം പ്രണയത്തിൽ കൊണ്ടെത്തിക്കും. തുടങ്ങിയാലും അവസാനം അവിടെ കൊണ്ടെത്തിക്കും. അത് വിജയന് മനസ്സിലായില്ലേ? പിക്ക് ഇത് 2ാം ബാല്യത്തിന്റെ സെക്കൻഡ് ചൈൽഡ്ഹുഡ്. ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ ഗോപി പറയട്ടെ. അപ്പൊ PPയെ കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ ഒരാൾ കുടുംബസമേതം നമ്മളെ കാണാൻ വരിക. വെൽക്കം. വരിക. മൈക്കൊക്കെ ഉണ്ടല്ലോ. നമസ്കാരം. 2 കുട്ടികളുണ്ട്. എന്താ പേര്? സവാദ്. താങ്കൾ സ്ഥിരം പ്രേക്ഷകരാണോ? 24 ആണോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്? 24 hours മൈക്ക് ചേർത്ത് വെച്ചോളൂ. 24-ഉം ഫ്ലവേഴ്സും കാണാറുണ്ട്. ഏകദേശം എത്ര മണിക്കൂറൊക്കെ കാണും? രാവിലെ എഴുന്നേക്കുന്നത് തന്നെ സാറിന്റെ മോർണിംഗ് ഷോ കണ്ടിട്ടാണ്. വേറെ ജോലിയൊന്നുമില്ല. ജോലിന്റെ ഇടയിലാണ്. ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുക. ഓക്കെ. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ തമാശ പറഞ്ഞ നമ്മളുണ്ടല്ലോ, ഒരുപക്ഷെ ടെലിവിഷനിലൊരു പരിണാമ ദശയിലാണ് 24 വന്നത്. അപ്പോൾ നമ്മുടെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ നേരിട്ടറിയാം. അതാണ് നമ്മൾ സംസ്ഥാന സമ്മേളനം നടത്തിയത്. വന്നിരുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാന സമ്മേളനം, ഈ ജില്ലാ സമ്മേളനം നടത്താൻ പോയി. എല്ലാ ജില്ലകളിലും നമ്മൾ സമ്മേളനം നടത്തും. വിദേശ നാടുകളിലൊക്കെ പോയി നമ്മൾ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ ആരൊക്കെയാണെന്ന് നമുക്ക് പറയണം. ഈ ഇരിക്കുന്ന ആൾ നമ്മുടെ പ്രേക്ഷകനാണ്. അവിടെ ആളില്ല, ഞാൻ കൈ കൊണ്ടിരുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത് താങ്കൾ? ഞാനിവിടെ ഡ്രഗ് അനലിസ്റ്റ് ആണ്. ഡ്രഗ് അനലിസ്റ്റ്. അയ്യോ, PPക്ക് ആവശ്യമുള്ള ആളാ. ഒരു ഡ്രഗിന്റെ ആവശ്യമില്ല. മരുന്നല്ല. ഞാൻ വിചാരിച്ചു, എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ താങ്കളെ ആവശ്യം വന്നല്ലോ തോന്നി. ജെയിംസിനെ അറിയാമോ? കണ്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വല്ലതും അറിയാമോ? അറിയാതിരിക്കുന്ന. ഓക്കെ. അപ്പൊ താങ്കൾ എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ്. അപ്പൊ ഈ ആഷ്മിയുടെ കഥാപ്രസംഗത്തെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? വളരെ എൻകൗണ്ടർ ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഈ ഫയറിംഗ് ലൈൻ ചെയ്യുന്ന ഒരു മനുഷ്യനോടൊപ്പം KR ഗോപികൃഷ്ണൻ. അറിയാം. കുട്ടികളുടെ പേരൊക്കെ എന്താ? അസ്മിൻ. പേര് പറഞ്ഞ മോനെ.
ഐസിൻ. ഇവരൊക്കെ സ്കൂളിൽ ചേർന്നോ? ആ സ്കൂളിലാണ്. ഓക്കെ. 1ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഒരുപാട് ടെലിവിഷൻ പരിപാടികൾ കണ്ട് സായുജ്യം അടയുമ്പോഴേ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു മോഹഭംഗം ഉണ്ടാവുമോ? ഇല്ല ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മളോട് എന്തോ പറയാൻ തീരുമാനിച്ച് വന്നാന്ന് പറഞ്ഞു. നല്ല പരിപാടിയാണ്. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകണം. ന്യൂസുകളൊക്കെ കാണുമ്പം ഒരു രാഷ്ട്രീയ കൂറ് പുലർത്താതെ പറയുന്നതായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് ന്യൂസ് കാണാനും ഞങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കാറ് 24 ന്യൂസാണ്. അതുപോലെ തന്നെ മുന്നോട്ട് പോകണം. അനുജ രാജേഷിന്റെ വാർത്താ വായന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ തന്നെ ടി വി ഓഫ് ചെയ്യൂ? ഇല്ല. പുരാണം കാണുമ്പോ അത് പുരാണം ചേച്ചി തിരുവനന്തപുരത്ത് കിടക്കുക. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയതാ? അവിടെ ഉണ്ട്. കണ്ടായിരുന്നു ആറ്റുകാലിലെ പൊങ്കാല? അവിടെ മൊത്തം നടന്ന് പൊങ്കാലിട്ട് കളഞ്ഞു. സാധാരണ ടി വിക്കകത്ത് അല്ലേ പൊങ്കാലിടുന്നത്, അവിടെ നടന്ന് പൊങ്കാലിട്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. കുടുംബമായിട്ട് വന്നു, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. ഓക്കെ. നല്ല ഡിന്നർ ഉണ്ട്. കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറ്റിയത്. ഭക്ഷണം കഴിച്ചു. ഗോപികൃഷ്ണ ഭരണകാലത്ത് കണ്ടോ ഫ്ലോറിലേക്ക് ആൾക്കാരെ കയറ്റുന്ന ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ. വാട്ട് ഡു യു തോട്ട് ഓഫ് പിപി? ഗോപി, വെൽ ഡൺ. അപ്പോൾ സന്തോഷം. താങ്ക് യു. ഓക്കെ. നിങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അനുജ, നമ്മൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. കാര്യം അവിടെ നിന്ന് അറിയിപ്പ് വന്നു. PCR പറയുന്നു ന്യൂ സൂപ്പർ ഫാസ്റ്റിന് ആൾ റെഡി ആയിട്ടുണ്ട്, ശ്രീലക്ഷ്മി. അപ്പോൾ എനിക്കൊന്ന് ഇത്തവണ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ അനുജ ഏൽപ്പിക്കുന്നു. ന്യൂ സൂപ്പർ ഫാസ്റ്റുമായി ശ്രീലക്ഷ്മി. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ അവതാരപ്പുലികളിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത ഞായറാഴ്ച കാണൂല്ലേ? വൈകുന്നേരം 6 മണിക്ക്. 6 മണി മുതൽ 9 മണി വരെ നമ്മളെല്ലാവരും തത്സമയം ഉണ്ടാകും. സർപ്രൈസുകൾ, സസ്പെൻസുകളൊക്കെ ധാരാളം ഉണ്ടാകും. ഇപ്പോൾ ബാക്ക് ടു കാക്കനാട് സ്റ്റുഡിയോ.